Assalamualaikum. Welcome back to our channel. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോണത് ബ്രെഡും അതുപോലെ തന്നെ നൂഡിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈവനിംഗ് സ്നാക്ക് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ്. നമ്മൾ എപ്പോഴും ചിക്കനോ അല്ലെങ്കിൽ എഗ് ഒക്കെ ഫിൽ ചെയ്തിട്ടാണല്ലോ സാൻഡ്വിച്ച് ഉണ്ടാക്കാറ്. ഈ ഒരു സാൻഡ്വിച്ച് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നൂഡിൽസ് ഫിൽ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നൂഡിൽസിനുള്ള എഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 എഗ്ഗ് ബീറ്റ് ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എഗ്ഗിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് നല്ലോണം ചിക്കി എടുക്കാം. അപ്പം നിങ്ങൾക്ക് എഗ്ഗിന് പകരമായിട്ട് ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മസാല ഒക്കെ പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് നൂഡിൽസിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എഗ്ഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് നൂഡിൽസിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് എഗ്ഗ് പൊരിച്ച് അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ ഒനിയൻ ഇതുപോലെ ഒന്ന് നല്ലോണം ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ ക്യാരറ്റും കൂടി ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വെജിറ്റബിൾസ് കഴിക്കാൻ താല്പര്യമില്ലാത്തവരെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ക്യാരറ്റും ഒനിയനൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ മസാലപ്പൊടികൾ ഉണ്ടാവുമല്ലോ മാഗിയുടെ കൂടെ ഉണ്ടാവുന്ന അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോണത് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മാഗിയാണ്. ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുത്തതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ മാഗി മുങ്ങിക്കെടുക്കാൻ ആവശ്യത്തിലുള്ള വെള്ളവും അതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെച്ച് ബോയിലായിട്ട് വരുമ്പോൾ അതിലേക്ക് പാക്കറ്റിലുള്ള മാഗി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ വെള്ളത്തിൽ കിടന്നിട്ട് മാഗി ഒന്ന് വെന്ത് വരണം. 3/4 വേവാകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ മാഗി നല്ലോണം ഒട്ടിപ്പിടിച്ച് പോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിൽ വേണം ഊറ്റിയെടുക്കാനായിട്ട്. ഊറ്റിയെടുത്ത മാഗിയിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തീരെ ഒട്ടിപ്പിടിക്കാതെ തന്നെ മാഗി നമുക്ക് കിട്ടും. അപ്പം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മാഗിയുടെ റെസിപ്പി ആയിട്ട് ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ബ്രെഡിൽ ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഹോം മെയ്ഡ് പിസ്സ സോസ് ആണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി പിസ്സ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ടൊമാറ്റോ കെച്ചപ്പും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ സോസൊക്കെ ഇവിടെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്കൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പം നമ്മൾ സോസ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അത് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം മുകളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു ഷീറ്റ് മൊസറല്ല ചീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മൊസറല്ല ചീസ് വേണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് സോസ് ഒന്നും തേക്കാത്ത ഒരു ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രെഡിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് അടിഭാഗം ടോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ തിരിച്ചിട്ടിട്ട് ആ സൈഡും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ നൂഡിൽസ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ ചീസൊക്കെ നല്ലോണം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ മൊസറല്ല ചീസും അതുപോലെ തന്നെ മാഗിയും എല്ലാം കൂടിയിട്ട് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്